ഞാനും സഹപാഠികളായിരുന്നെങ്കിലും രണ്ടാളും രണ്ട് മേഖലയിൽ ജീവിക്കുന്നവരാ. നീ ഈ നാടിന്റെ പൊതുസ്വത്താ, ഒത്തിരി ഉത്തരവാദിത്വങ്ങളുള്ള ഒരു മിനിസ്റ്റർ. ഞാൻ സാധാരണ ഒരു പൗരൻ. എനിക്ക് നിന്നെ എവിടെയും കാണാൻ കഴിയും. പക്ഷേ കണ്ടുമുട്ടുന്നതിൽ ചില പരിമിതികളുണ്ട്, അല്ലേ? ആ, അതും ശരിയാ. എടോ, തന്റെ വണ്ടി ഇപ്പൊ ശരിയായി കിട്ടും. എന്റെ ഡ്രൈവർ ഒരു മെക്കാനിക് കൂടിയാ, കേട്ടോ. മന്ത്രിയുടെ ഡ്രൈവർ എന്ന് വെച്ചാ സർക്കാർ എംപ്ലോയി അല്ലേ? അതിനത് സ്റ്റേറ്റ് കാറൊന്നും അല്ലല്ലോ. ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഇറങ്ങിയതാ. ഇതെന്റെ സ്വന്തം ഡ്രൈവറാ. പിന്നെ എന്തൊക്കെ സ്റ്റീഫാ വിശേഷങ്ങൾ? ആ, സുഖമായിരിക്കുന്നോ? പ്രതാപന് ഒരു മാറ്റമില്ല കേട്ടോ. ഒരു നിത്യഹരിത നായകൻ എന്ന് പറയാം. ഗ്ലാമറിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഒന്ന് പോടാ. ഞാൻ പറഞ്ഞത് സത്യമാണോ? പണ്ടത്തെ ആ പ്രതാപവർമ്മ എന്ന് പറഞ്ഞാൽ കോളേജിലെ ഹീറോ തന്നെയായിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി, കോളേജ് യൂണിയൻ ചെയർമാൻ. അതൊക്കെ ഒരു കാലമല്ലേ സ്റ്റീഫ. ഈ തിരക്കിണയിൽ ഓർക്കാൻ അതൊക്കെ അല്ലേ ഉള്ളൂ. ഓർക്കാൻ അത് മാത്രമല്ലല്ലോ പ്രതാപ നിനക്ക്. കോളേജ് ക്യാമ്പസിലെ മഹാഗണി മരത്തിന്റെ തണലിലെ പ്രണയം, റോമിയോ ആൻഡ് ജൂലിയറ്റ്, അല്ലെങ്കിൽ ലൈല മജ്നു. പിന്നെ കോളേജ് മുറ്റത്തേക്ക് ഒരു പൂമ്പാറ്റയെ പോലെ പാറി വന്ന പത്മാവതി എന്ന രാജകുമാരി. ആ രാജകുമാരിയെ പ്രേമിക്കുന്ന രാജകുമാരനായ പ്രതാപവർമ്മ. എല്ലാവർക്കും നിങ്ങളോട് എന്ത് അസൂയായിരുന്നു. നിങ്ങളുടെ പ്രണയം അന്ന് കോളേജിൽ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. എന്തുകൊണ്ടും സക്സസ്ഫുൾ ആയൊരു പ്രണയം. ഇരുവരും അന്നേ ഒരുമിച്ചല്ലോ. അല്ല, കുട്ടികൾ എത്ര പേരുണ്ടോ? എനിക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ. പത്മാവതിയെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. അവനെ കള്ളനാക്കി കാരണത്തടിച്ച് പുറത്തേക്ക് വലിച്ചടിക്കുന്ന ഒരു സീനായിരുന്നു എന്റെ ഭാവനയില്. അത് നടക്കാതെ പോയല്ലോ. ആ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ വെച്ച് അവനെ നാണം കെടുത്തണമായിരുന്നു. അതാ ഞാൻ ആഗ്രഹിച്ചേ. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും വർക്കൗട്ട് ആയില്ല. വർക്കൗട്ട് ആയില്ലെന്ന് മാത്രമല്ല, എല്ലാവരും എന്നെ സംശയിക്കുകയും ചെയ്തു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന മട്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും. എന്തു വന്നാലും എന്റെ മകന്റെ പെടലിക്ക് കേറുവാ. അല്ല, അത്ര തങ്കപ്പെട്ട സ്വഭാവമാണല്ലോ എന്റെ മോന്. വെറുതെ ശവത്തി കുത്തല്ലേ അമ്മേ. കള്ളപ്പേര് എനിക്ക് തന്നെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ 50 ലക്ഷവും ഞാൻ അടിച്ചെടുക്കുമായിരുന്നു. അവര് കാശിന്റെ കണക്ക്. എടാ, രാജുവിനെ കൊടുക്കാൻ നമ്മൾ ഒരിക്കൽ കെണി ഏറ്റില്ലല്ലോ നോർത്ത എന്റെ സങ്കടം. നമ്മള് വിരിച്ച വലയിൽ അവൻ വന്ന് വീണില്ല എങ്കിലും അവൻ എന്നേക്കുമായി വീട്ടിൽ നിന്ന് പുറത്തായനെ. ഞങ്ങളിവിടെ പറഞ്ഞല്ല, നീ കേട്ടോ? തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ടു. അവള് കേട്ടെന്നു. ഇങ്ങനെ ഒളിച്ചെന്ന് കേൾക്കുന്നൊന്നും ഒരു മര്യാദയല്ല. അവള് കേക്കട്ടടാ. കേക്കുന്നതുകൊണ്ട് നമുക്കെന്താ? ഏട്ടാ, ഒന്ന് ക്ഷമിക്കേ. ഇതല്പം ക്രൂരാ. എന്റെ ചേച്ചിയുടെ നേരെ ഇവള് കൈ ഓങ്ങിയത്. എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചിയോട് മാപ്പ് പറയാതെ ഇവളെ ഞാൻ വെറുതെ വിടില്ല. പറയ, ചേച്ചിയോട് മാപ്പ് പറയ. അവര് മാപ്പ് ചോദിക്കേണ്ടത് അച്ഛനോടാ. കാരണം അച്ഛനെ കുറിച്ച് ഇവർ അപവാദം പറഞ്ഞത്. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ചേച്ചിയോട് മാപ്പ് ചോദിക്കുക.
നിങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാപ്പ്. എന്നിട്ടും അവളുടെ അഹങ്കാരം. നീ എന്റെ മകളല്ല. ശരി അച്ഛ, ഞാൻ അച്ഛന്റെ മകളല്ല, സമ്മതിച്ചു. ഞാൻ അച്ഛനെ സ്നേഹിച്ചു പോയതിന് അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ല. ഞാനൊരു അനാഥയാ. എന്നെ നിങ്ങൾക്ക് ഓർഫനേജിലാക്കായിരുന്നില്ലേ? എങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു.